ഇതായിരിക്കും CPM വിഭാവനം ചെയ്യുന്ന സ്ത്രീ സുരക്ഷ. തെരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയത്തിനൊടുവിൽ വെളിവില്ലാത്ത സഖാക്കളുടെ പരാക്രമങ്ങൾക്കാണ് കേരളം സാക്ഷ്യം വഹിക്കുന്നത്. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ സ്ത്രീവിരുദ്ധ പരാമർശവുമായി CPM നേതാവ് രംഗത്തെത്തിയിരിക്കുകയാണ്. മലപ്പുറം തെന്നലയിൽ മുൻ ലോക്കൽ സെക്രട്ടറി സെയ്ദലി മജീദിന്റേതാണ് വിവാദ പരാമർശം. സ്ത്രീകളെ അടച്ചാക്ഷേപിക്കുന്ന രീതിയിൽ നേതാവ് നടത്തിയ പ്രസംഗം കേരളത്തിൽ കടുത്ത വിമർശനങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും വഴിയൊരുക്കിയിരിക്കുകയാണ്. തെന്നല പഞ്ചായത്തിലെ വിജയത്തിന് ശേഷം നടന്ന ഒരു ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കവെയാണ് നേതാവ് ഈ വിവാദ പരാമർശം നടത്തിയത്. എന്നെ തോൽപ്പിക്കാനായി ലീഗ് പെൺകുട്ടികളെ രംഗത്തിറക്കി. കെട്ടിക്കൊണ്ടുവന്ന പെണ്ണുങ്ങളെ മറ്റുള്ളവരുടെ മുൻപിൽ കാഴ്ചവെക്കുകയല്ല വേണ്ടത് എന്നായിരുന്നു സെയ്ദലി മജീദിന്റെ പരാമർശം. സ്ത്രീകളെ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്നത് ഭർത്താക്കന്മാരുടെ കൂടെ അന്തിയുറങ്ങാൻ മാത്രമാണെന്നാണ് നേതാവിന്റെ വാദം. ഭർത്താവിനൊപ്പം അന്തിയുറങ്ങാനല്ലാതെ പൊതുപ്രവർത്തനം പോലുള്ള കാര്യങ്ങളിൽ ചേരാൻ സ്ത്രീകൾക്ക് അനുവാദമില്ലെന്ന തീർത്തും സ്ത്രീവിരുദ്ധമായ നിലപാടാണ് ഈ CPM നേതാവ് മുന്നോട്ട് വെക്കുന്നത്. പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന മുതിർന്ന നേതാക്കൾ തന്നെ ഇത്തരത്തിൽ നിലവാരമില്ലാത്ത നിലപാടുകൾ കൈക്കൊള്ളുമ്പോൾ നിങ്ങൾ കൊട്ടിഘോഷിക്കുന്ന സ്ത്രീ സുരക്ഷ എവിടെ പോയെന്ന ചോദ്യമാണ് പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവരെയൊക്കെ ജയിപ്പിച്ച് വിട്ടവരെ പറഞ്ഞാൽ മതി. ഇത്രയും ഗുരുതരമായ സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയിട്ടും വേണമെങ്കിൽ കേസ് പോലും കൊടുത്തോളൂ, ഞാൻ എന്നാലും കൂസില്ല എന്ന ധാർഷ്ട്യമായ ഭാവമാണ് നേതാവ് പ്രകടിപ്പിക്കുന്നത്. പാർട്ടി ഓഫീസിൽ ഒരു സ്ത്രീ പരാതിയുമായി എത്തിയാൽ പോലും അതിന്റെ തീവ്രത അളന്നിട്ട് നടപടിയെടുക്കാമെന്ന് പറയുന്ന നേതാക്കന്മാരിൽ നിന്ന് ഇതിലും നിലവാരമില്ലാത്ത പരാമർശങ്ങൾ മാത്രമേ ഇനി പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. CPM വിഭാവനം ചെയ്യുന്ന സ്ത്രീ സുരക്ഷയുടെ പൊള്ളത്തരം ഈ വാക്കുകളിലൂടെ ഒരിക്കൽ കൂടി അനാവരണം ചെയ്യപ്പെട്ടിരിക്കുകയാണ്.